100-ാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുന്ന അവസരമാണുള്ളത്. അപ്പോൾ സ്കൂളിൻ്റെ പഴയ കുറച്ച് ചരിത്രം എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് സ്കൂൾ എൻ്റെ പിതാവിൻ്റെ പിതാവും അയ്യപ്പൻ എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ തുടക്കം. ആ വിദ്യാലയത്തിന് ഒരു അടിക്കല്ലിട്ട് പിന്നെ എൻ്റെ അച്ഛൻ അത് ഏറ്റെടുക്കുകയും അച്ഛൻ്റെ അശ്രാന്ത പരിശ്രമം ഫലമായിട്ട് അച്ഛൻ്റെ മാത്രമല്ല അന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരു മുരുക്കുന്തറ കൃഷ്ണൻ മാഷ്, 1-2 ആൾക്കാരെ പ്രഗത്ഭരായവരൊക്കെ അശ്രാന്ത പരിശ്രമമായിട്ട് ഒരു ചെറിയ ഓരോ പീഠികയുടെ മേലെയാണ് അത് തുടങ്ങിയത്. അതിനുശേഷം കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്, അതൊന്നും എൻ്റെ ഓർമ്മയിലില്ല, ഞാൻ കേട്ട ഓർമ്മയാണ് പറയണത്, എങ്കിലും പിന്നീടാണ് ഒരു സ്കൂൾ കെട്ടിടം നമ്മളുടെ കിഴക്ക് ഭാഗത്തുള്ള കെട്ടിടമാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. അത് അച്ഛൻ്റെ അച്ഛൻ അത് ഒരു കെട്ടിടമായിട്ട് നിർമ്മിച്ച് അങ്ങനെ അവിടെ തുടങ്ങി അധ്യാപനം തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങി വളരെ കൊല്ലങ്ങൾക്ക് ശേഷം ക്ലാസ്സുകളൊക്കെ പുരോഗമിച്ച് വന്നു. പിന്നെ അത് കഴിഞ്ഞ് 1, 2, 3, 4 ക്ലാസ്സുകളായി. അപ്പോൾ പിന്നെ അന്ന് കുട്ടികൾ അടുത്ത പ്രദേശത്തൊന്നും സ്കൂളുകളില്ല. ഇന്നത്തെ LP UP സ്കൂളുകളൊന്നും അന്നില്ല. അതായത് നമ്മുടെ ഏറ്റവും അടുത്ത RMI സ്കൂൾ വരെ അന്നില്ല. അന്ന് വളരെ കുറച്ച് വിദ്യാലയങ്ങളിലൊന്ന് മണപ്പുറം, നമ്മുടെ വില്ലേജിൽ നിന്ന് മണപ്പുറം എന്ന പേരിലാണ് നമ്മുടെ പ്രദേശത്ത് അറിഞ്ഞിരുന്നത്. മണപ്പുറത്തെ ആദ്യത്തെ സ്കൂളിൽ നിന്ന് തന്നെ പറയാം ഈ സ്കൂള്. അങ്ങനെയാണ് ഇത് ആരംഭിച്ചത്. അതിനുശേഷം ഉണ്ടായ സ്കൂളുകളാണ്. അതിനുശേഷം പിന്നീട് 1-2 ആ വിദ്യാലയത്തിലെ ആദ്യത്തെ മുത്തശ്ശി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്നും അതേപോലെ മുത്തശ്ശിയുടെ പല്ലും നോക്കൊക്കെ പോയ മട്ടിലാണ്, എങ്കിലും അതിനെ വളരെ ഇതായിട്ട് ഇന്ന് അവർ കൊണ്ടുനടക്കുന്നുണ്ട്. അതിൻ്റെ ഓർമ്മകളാണ് ഞങ്ങൾക്കുള്ളത്. ഞാനത് കഴിഞ്ഞതിന് ശേഷം 1-2 ഡിവിഷനുകളൊക്കെ ഉണ്ടായി. പിന്നെ 7-ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ സ്കൂളിന് സാങ്ഷൻ, അന്ന് ഇതുപോലത്തെ മാസ ശമ്പളത്തിലൊന്നുമല്ല, കൊല്ലത്തിലൊരിക്കലും തന്നെയാണ് ഗവൺമെൻറ് അപ്രൂവ് ആയതും. അതിനുവേണ്ടി ശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുണ്ട്. അവരൊക്കെ മൺമറഞ്ഞു പോയി. അവരെ നമുക്ക് ഓർമ്മിക്കാനേ ഇപ്പം നിവൃത്തിയുള്ളൂ. അവരുടെ പരിശ്രമം എന്ന് പറഞ്ഞാൽ സാധാരണ മട്ടിലുള്ളതൊന്നും ആയിരുന്നില്ല. അന്ന് ഭക്ഷണത്തിനും വരെ ക്ഷാമം നേരിട്ടിരുന്ന, പൈസയ്ക്കും ഭക്ഷണത്തിനും വരെ ക്ഷാമം നേരിട്ടത് കുട്ടികളെ വീട്ടിൽ കൊണ്ടുപോയി നിർബന്ധപൂർവ്വം പഠിപ്പിച്ചാണ് അന്ന് ചെയ്തിരുന്നത്. അവർ സ്വയം സേവനമാണ് ആദ്യം നടത്തിയിരുന്നത്. പിന്നീട് വളരെ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു അധീനത്തിലാവാൻ, അന്ന് ഹയർ എലിമെൻ്ററി സ്കൂൾ എന്നാണ്, ഇന്നത്തെ എയ്ഡഡ് സ്കൂൾ എന്നല്ല, അന്ന് എലിമെൻ്ററി സ്കൂൾ എന്നുള്ള പേരിലാണ് 8 വരെയുള്ള ക്ലാസ്സുകൾ, 5 വരെയുള്ള ക്ലാസ്സുകളെ എലിമെൻ്ററി സ്കൂളിൽ നിന്നും 8-ാം ക്ലാസ് വരെയുള്ള അതിനെ ഹയർ എലിമെൻ്ററി എന്നാണ് അന്ന് പറയപ്പെട്ടിരുന്നത്. ആ ഹയർ എലിമെൻ്ററി സ്കൂൾ 8-ാം ക്ലാസ് വരെ ഇവിടെ ഉണ്ടാക്കാനായിട്ട് എൻ്റെ അച്ഛനായ മാധവൻ മാസ്റ്റർക്ക് കഴിഞ്ഞു. അന്ന് ഹയർ എലിമെൻ്ററിക്ക് സാങ്ഷൻ കിട്ടണമെങ്കിൽ അന്ന് 2 തരത്തിലുള്ള ട്രെയിനിങ്ങുള്ള ടീച്ചേഴ്സായിരുന്നു. അതായത് ഒന്ന് ഹയർ ട്രെയിനിങ്, ഹയർ TTC ആൻഡ് സെക്കൻഡറി TTC. അതായത് 10-ാം ക്ലാസ് കഴിഞ്ഞവർക്ക്, 10-ാം ക്ലാസ്സിന് ശേഷമുള്ളവരാണ് ഹയർ TTC ആയിട്ട് പുറത്തേക്ക് വരുന്നത് അധ്യാപകരായിട്ട്. 10-ാം ക്ലാസ് പാസ്സായവർക്ക് മാത്രമേ സെക്കൻഡറി TTC എന്നുള്ള ഇത് കിട്ടുന്നുള്ളൂ. അങ്ങനെ സെക്കൻഡറി TTCക്ക് അധ്യാപകരെ ഇന്നാട്ടിൽ കിട്ടാനില്ല. അന്ന് ഈ സ്കൂളിൽ 1-2 എന്നാണ് എൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പറവൂർ പോയി അവിടെ നിന്ന് അധ്യാപകരെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ നിർത്തി അവർക്ക് ഭക്ഷണവും പൈസയൊക്കെ കൊടുത്ത് നിർത്തിയിട്ടാണ് ഈ സ്കൂളിന് സാങ്ഷൻ മേടിച്ചത്. അങ്ങനെ സാങ്ഷൻ കിട്ടി. പിന്നെ 8-ാം ക്ലാസ് വരെ ഉണ്ടെന്ന്. 8-ാം ക്ലാസ്സിൽ അന്ന് ESLC പരീക്ഷ, ഗവൺമെൻറ് എക്സാമിനേഷൻ, ഇന്നത്തെ SSLC പോലെയായിരുന്നു അന്നത്തെ ESLC. അങ്ങനെ ESLC പരീക്ഷയ്ക്ക് സാങ്ഷൻ കിട്ടി. അങ്ങനെ 8-ാം ക്ലാസ് വരെയായിരുന്നു ഇതിൻ്റെ അവസ്ഥ. അതിനിടയിൽ ഇന്ന് കാണുന്ന സ്കൂളും പരിസരവും എല്ലാ പറമ്പ് മാത്രമേ ഉള്ളൂ തന്ന സ്കൂള്. ആ ഒരു ഷെഡ് കഴിഞ്ഞ് പിന്നീട് ഓല ഷെഡായിരുന്നു. അതായത് ഓല മേഞ്ഞ് നിലം കുഴി, അങ്ങനെയുള്ള ഒരു വലിയ ഹോള് ഉണ്ടാക്കിയിട്ടാണ് കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്. അധ്യാപകരും ആ മണ്ണിലിരുത്തി കുട്ടികളെ, അന്ന് അധ്യാപകർക്ക് വളരെ എളുപ്പമാണ് അന്ന് 2 ക്ലാസ്സുകാരെ പഠിപ്പിക്കാൻ. മണ്ണിലങ്ങോട്ട് ഇരുത്തി റാരാത്തൊക്കെ എഴുതി കൊടുക്കാനും പഠിപ്പിക്കാനൊക്കെ വളരെ സൗകര്യമായിരുന്നു. അങ്ങനെയുള്ള അവസരത്തിൽ ആണ് പിന്നീട് ഓരോ കൊല്ലങ്ങൾ കഴിഞ്ഞതോടുകൂടി ഡിവിഷൻസ് കൂടി വന്ന് ഓരോ കെട്ടിടങ്ങൾ ആക്കി ഈ നിലയിലൊക്കെ ആക്കി. ആ അവസരത്തിൽ ഈ കെട്ടിടങ്ങൾ ഓരോന്നോരോന്ന് ഉണ്ടാക്കിയെങ്കിലും പിന്നീട് ഗവൺമെൻറ് ഏറ്റെടുത്ത് ഗവൺമെൻറ്റിൻ്റെ എയ്ഡഡ് സ്കൂളാക്കി മാറ്റി.
അതായത് എയ്ഡഡ് ഗ്രാൻഡ്. അന്ന് അധ്യാപകർക്ക് ശമ്പളമൊക്കെ കിട്ടിയിരുന്നത് കൊല്ലത്തിലൊരു പ്രാവശ്യം മാനേജർക്ക് പൈസ കിട്ടും, ആ മാനേജർ അധ്യാപകർക്ക് വീതിച്ചു കൊടുക്കും, ആ നിലയായിരുന്നു. പിന്നെ കൊല്ലങ്ങളോളം കഴിഞ്ഞതിന് ശേഷമാണ് ഗവൺമെൻറ് സ്കൂളായതും എയ്ഡഡ് സ്കൂളായിട്ട് ഇപ്പോൾ എയ്ഡഡ് സ്കൂൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു സ്കൂളുകളും ഈ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഈ സാങ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിശ്രമങ്ങൾ ഒക്കെ നടത്തി ഈ നിലയിലെത്തിച്ച് അന്നത്തെ അധ്യാപകൻ, അന്ന് എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു, അതോടൊപ്പം മാനേജറുമായിരുന്നു. പിന്നീട് ഒരു സ്റ്റാഫിനൊക്കെ വെച്ച് വളരെ നല്ല നിലയിൽ ഒരു പേരെടുത്ത് സ്കൂളായി മാറി. ഇന്നും നമ്മുടെ വലപ്പാട് സബ് ജില്ലയിലെ ഏറ്റവും ഉന്നത ഒന്നാണ് നമ്മുടെ വിദ്യാലയം. ഇന്നും ആ പേര് ഇന്നത്തെ ഉള്ള അധ്യാപകർ നിലനിർത്തി പോകുന്നു. പണ്ടുള്ളവർ വളരെ അശ്രാന്ത പരിശ്രമം ഉണ്ടായിരുന്ന പോലെ തന്നെ ഇന്നുള്ളവരും അതിനേലും പരിശ്രമിക്കാൻ തയ്യാറായിട്ടുള്ളവരാണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ ഞാൻ കൂടുതൽ അഭിമാനിക്കുകയാണ്. അങ്ങനെ എൻ്റെ അച്ഛന് 4 പെൺമക്കളായിരുന്നു. അച്ഛൻ്റെ കാലശേഷം ഞങ്ങൾ 4 പേരും കൂടെ സ്കൂളിൻ്റെ എല്ലാ പുരോഗതിക്കും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നീട് സ്കൂളിൽ ഞങ്ങൾക്ക് കൈവിടേണ്ടി വന്നു. ഇപ്പോൾ ഷാജി എന്നൊരാളുടെ മാനേജറായിട്ടുള്ളതാണ് സ്കൂളുകൾ ഇന്ന് പ്രവർത്തിച്ചു വരുന്നത്. അത് അന്നത്തെ നിലയിൽ നിന്നും ഒരു പടി മുന്നോട്ടല്ലാതെ പിന്നോട്ടില്ല എന്നുള്ളത് ഞാൻ അഭിമാനപൂർവ്വം പറയുകയാണ്. അപ്പോൾ ഇന്ന് അത് 100ൻ്റെ 80ാം വാർഷികം, 75 അതൊക്കെ വളരെ സംഗീതമായി ഇവിടെ ആഘോഷിച്ചു. അതിനുള്ള പുരോഗതി ഈ സ്കൂളിനുണ്ടായിട്ടുണ്ട്. അവരുടെ വിലപിടിച്ച സംഭാവനകൾ അത് നാട്ടുകാരെയും ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും ഒരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല. കാരണം അത്രയും സഹകരണമായിരുന്നു നാട്ടുകാർക്കും. ഈ സ്കൂളെന്ന് പറഞ്ഞാൽ കരുവത്തിൽ മാധവമാഷ സ്കൂളെന്ന് പറഞ്ഞാൽ അന്ന് ഏറ്റവും പ്രഗത്ഭനായ ഒരു സ്ഥാപനം തന്നെയായിരുന്നു. അതിന്നും നിലനിൽക്കുന്നുണ്ട്. അവർ അതിനെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നുണ്ട്. പിന്നെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മളോട് സഹകരിക്കാൻ ഇപ്പോഴും തയ്യാറാണ്, നാട്ടുകാരും തയ്യാറാണ്. അതിനേക്കാളുപരി ഇവിടുത്തെ സ്റ്റാഫും അന്നത്തേലിപ്പോൾ ഇവിടുത്തെ ആരായിരുന്നാലും അവരനുസരിക്കാനും അവരോട് സഹകരിക്കാനും അതിനോടൊപ്പം നാട്ടുകാരും ഇന്ന് വരെ ഒരു അപശബ്ദം സ്കൂളിനോ പരിസരത്തിനോ നാട്ടുകാരിൽ നിന്നോ ആർക്കും ഈ വിദ്യാലയത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞാൻ അഭിമാനപൂർവ്വം പറയുകയാണ്. അങ്ങനെ 100ൻ്റെ മികവിൽ നിൽക്കുന്ന ഈ വിദ്യാലയം വളരെ ഭംഗിയായി 100ാം വാർഷികം ആഘോഷിക്കുന്നു. അതിൻ്റെ സർവ്വവിധ ഭാവുകങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. അതൊരു മുതിർന്ന ആളെന്നുള്ള നിലയിൽ എനിക്ക് ഇനിയും കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഞാൻ പറയാൻ നിന്നാൽ കുറേ നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ അവസാനിപ്പിച്ച് ഇന്നത്തെ ഈ വിദ്യാലയം ഈ 100ൻ്റെ മികവിൽ ഇതിലും ഉന്നതമായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ച് ഞാൻ നിർത്തട്ടെ.